Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം വരുന്ന എക്സാമുകളെല്ലാം LD ക്ലർക്ക് എക്സാം ഉണ്ട്, അതോടൊപ്പം ഡിഗ്രി ലെവൽ എക്സാമുകളെല്ലാം വരുന്നു. അതിലെല്ലാം കറണ്ട് അഫയേഴ്സിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ആഴ്ചകളും നമ്മൾ ഒരു ക്ലാസ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇടുകയാണ്. അപ്പോൾ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. നാഷണൽ ഇന്റർനാഷണൽ പ്രാധാന്യമുള്ള 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആക്യൂസ് എന്ന സംഘടന രൂപം കൊണ്ടത് എന്നാണ്? AUKUS ആണ്. AUKUS ആക്യൂസ് എന്ന സംഘടന രൂപം കൊണ്ടത് എന്നാണ്? 2021 സെപ്റ്റംബർ 15 ആക്യൂസ് എന്ന സംഘടന രൂപം കൊണ്ടത്. 2021 സെപ്റ്റംബർ 15 ഈ സംഘടന രൂപം കൊണ്ടത്. ഇതിൽ വരുന്ന രാഷ്ട്രങ്ങൾ നോക്കുക. AU ഓസ്ട്രേലിയ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ UK വരുന്നത്, യുണൈറ്റഡ് കിങ്ഡം നമുക്കറിയാം, ആൻഡ് USA. ഓസ്ട്രേലിയ, UK ആൻഡ് USA ഈ 3 രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന ഒരു സംഘടനയാണ് ആക്യൂസ് എന്ന് പറയുന്നത്. AUKUS എന്നാണ്. AUKUS എന്നാണ് ആക്യൂസ് എന്ന സംഘടന. ഓസ്ട്രേലിയ, UK ദാറ്റ് ഈസ് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് USA ഈ 3 രാഷ്ട്രങ്ങൾ കൂടുന്ന സംഘടനയാണ് 2021 സെപ്റ്റംബർ 15 രൂപം കൊണ്ടത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ പഠിക്കുക. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ 3 രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന ഒരു സൈനിക സഹകരണ സംഘടനയാണ് ആക്യൂസ് എന്നത്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയും UKയും അമേരിക്കയും കൂടി രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ആക്യൂസ് എന്നത്. ഇതിനോടൊപ്പം തന്നെ വളരെ നൂതനമായ സൈനിക സാങ്കേതിക വിദ്യ കൈമാറുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് ഉണ്ട്. പ്രത്യേകിച്ചും ജലത്തിനടിയിലൂടെ പോകുന്ന ഡ്രോണുകൾ ഉൾപ്പെടുന്ന വളരെ നൂതനമായ സാങ്കേതിക വിദ്യ പരസ്പരം കൈമാറുന്ന ഒരു ലക്ഷ്യം കൂടി ഇതിനുണ്ട് ആക്യൂസ് എന്ന സംഘടനയ്ക്കുണ്ട്. അപ്പോൾ മറക്കണ്ട, ഓസ്ട്രേലിയ, UK, USA 3 രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന ഒരു സൈനിക സഹകരണ സംഘടനയാണ്. ഇന്തോ പസഫിക് മേഖല ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ്. 2021 സെപ്റ്റംബർ 15 രൂപം കൊണ്ടത്. ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഓർത്തു വയ്ക്കുക, ഇന്റർനാഷണൽ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇതേപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്, ഇന്റർനാഷണൽ തലത്തിൽ പ്രാധാന്യമുള്ള ചോദ്യമാണ്. 2023 UN കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2023 ഇപ്പൊ കഴിഞ്ഞ വർഷം 2023 UN കാലാവസ്ഥ ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നത് എവിടെയാണ്? ഓർത്തുവയ്ക്കുക, 28ാമത് UN ഉച്ചകോടിയാണ് നടന്നത്. 28ാമത് UN കാലാവസ്ഥ ഉച്ചകോടി നടന്നത് യുഎയിലെ ദുബായിൽ വെച്ചാണ്. 28ാമത് UN അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നത്. ഓർത്തുവയ്ക്കുക, 2023 UN ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നത് ദുബായിൽ വെച്ചാണ്. യുഎയിലെ ദുബായിൽ വെച്ചാണ്. 28ാമത് ഉച്ചകോടിയാണ് ഇത് നടന്നത്. പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗ ഭാവിയെ സംബന്ധിച്ച ഒരു UNAയുടെ ആദ്യത്തെ കോൺഫറൻസ് കൂടിയായിരുന്നു 28ാമത് കോൺഫറൻസ്. ഓർക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗ ഭാവിയെ സംബന്ധിച്ച UNAയുടെ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഒരു ക്ലൈമറ്റ് കോൺഫറൻസ് കൂടിയാണ് 28ാമത് UN നടന്ന കോൺഫറൻസ് കൂടി ഓർക്കുക. അതോടൊപ്പം തന്നെ ഈ ഉച്ചകോടിയിൽ ഭാവിയിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറാമെന്നുള്ള ഉടമ്പടി ഈ ഉച്ചകോടിയിൽ എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്ന് കൂടി ഓർക്കുക. യുഎയുടെ വ്യവസായ മന്ത്രിയായ ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ ഓർക്കുക. യുഎയുടെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്നു ഈ ഉച്ചകോടിയുടെ അധ്യക്ഷൻ എന്നും കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കും. അപ്പോൾ മറക്കണ്ട, 2023 UN ഉച്ചകോടിയാണെന്ന് യുഎയിലാണ്, ദുബൈയിൽ വെച്ചാണ് നടന്നത്. 28ാമത് ഉച്ചകോടിയാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗ ഭാവിയെ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ മീറ്റിംഗ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഫോസിൽ ഇന്ധനങ്ങളിൽ ഭാവിയിൽ നിന്ന് ഉപയോഗത്തിൽ നിന്ന് പിന്മാറാമെന്ന് എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ തന്നെ അംഗീകരിച്ച ഒരു മീറ്റിംഗ് ആണെന്ന് ഓർത്തു വയ്ക്കുക. യുഎയുടെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്ന അധ്യക്ഷൻ കൂടി പഠിച്ചു. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ 2 ഇന്റർനാഷണൽ തലത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2023 അവസാനത്തെ രാസായുധ ശേഖരം നശിപ്പിച്ചതായി പ്രഖ്യാപിച്ച രാഷ്ട്രം ഏതാണ്? 2023 അവരുടെ അവസാനത്തെ കെമിക്കൽ വെപ്പൺ രാസായുധ ശേഖരം മുഴുവനായി അവർ നശിപ്പിച്ചതായി പ്രഖ്യാപിച്ച രാഷ്ട്രം ഏതാണ്? ഓർത്തുക, USA ആണ് അത് പ്രഖ്യാപിച്ചത്. അമേരിക്കയാണ് അവരുടെ അവസാനത്തെ രാസായുധ ശേഖരം അവർ നശിപ്പിച്ചതായി 2023 പ്രഖ്യാപിച്ച രാഷ്ട്രം USA ആയിരുന്നു. ഓർത്തുക, 1997 ഈ രാസായുധ നിർവ്യാപന കരാർ അവസാനമായി ഒപ്പുവെച്ച രാഷ്ട്രമായിരുന്നു ഏത്? ഈ പറഞ്ഞ USA. 1997 രാസായുധ നിർവ്യാപന കരാറിൽ അവസാനമായി ഒപ്പുവെച്ച രാഷ്ട്രമായിരുന്നു USA എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് US അതിൽ നിന്ന് പിന്മാറാതെ അവസാനം ഈ 2023 അവരുടെ
കയ്യിലുണ്ടായത് കംപ്ലീറ്റ് പരിപൂർണമായിട്ടുള്ള രാസായുധ ശേഖരം അവർ നശിപ്പിച്ചു എന്ന് ഓർത്തിക്കുക. ഇനി 97 രാസായുധ നിർവ്യാപന കരാർ പ്രകാരം ഏകദേശം 72,000 ടൺ രാസായുധം ലോകത്തിൽ ഇതേവരെ നശിപ്പിച്ചതായും പറയപ്പെടുന്നു. 2023 വരെ 72,000 ടൺ രാസായുധം പരിപൂർണമായി നശിപ്പിച്ചതായി കണക്കാക്കപ്പെടുന്നു. അതേസമയം രാസായുധങ്ങളുള്ള രാഷ്ട്രങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ഇസ്രായേലുണ്ട്, ഇറാനുണ്ട്, നോർത്ത് കൊറിയയുണ്ട്, സൗത്ത് സുഡാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം രാസായുധങ്ങളുള്ള രാഷ്ട്രങ്ങളാണ്. അവരൊന്നും ഈ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായിട്ടുമില്ല എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ സൗത്ത് സുഡാൻ, നോർത്ത് കൊറിയ തുടങ്ങിയ രാഷ്ട്രങ്ങളൊന്നും ഈ വ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടുമില്ല എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പം മറക്കണ്ട, 2020 അവസാനത്തെ രാസായുധ ശേഖരം നശിപ്പിച്ച രാഷ്ട്രം എന്നത് USA ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം എടുക്കാം. 2020 G20 സമ്മിറ്റ് നടന്നത് 2020 G20 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? 2020 G20 സമ്മിറ്റ് നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഭാരത് മണ്ഡപം എന്ന വേദിയിൽ വെച്ചാണ് 2023 G20 സമ്മിറ്റ് നടന്നത്. ഈ സമ്മിറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക. 18ാമത് സമ്മിറ്റ് ആണത്. ഈ ഇന്ത്യയിൽ നടന്ന G20 സമ്മിറ്റ് എന്ന 18ാമത് സമ്മിറ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇതിന്റെ മറ്റൊരു പ്രത്യേകത 55ഓളം അംഗങ്ങളായിട്ടുള്ള ആഫ്രിക്കൻ യൂണിയൻ കൂടി ഏതിൽ അംഗമായി? ഈ പറഞ്ഞ G20 അംഗമായി എന്നാണ്. ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ 55ഓളം രാഷ്ട്രങ്ങളുള്ള ആഫ്രിക്കൻ യൂണിയൻ പോലും ആ സംഘടന പോലും ഏതിലാണ്? G20 എന്ന സംഘടനയിൽ അംഗമായി. അതുകൊണ്ട് തന്നെ ഇനി G20 എന്നത് G21 എന്നാണ് അറിയപ്പെടുക. അപ്പോൾ മറക്കണ്ട, 2020 G20 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? G20 സമ്മിറ്റ് നടന്നത് ഇന്ത്യയിലാണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞാലോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ഓർക്കുക. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളിയാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണന്റെ മലയാള നോവലിന്റെ ദേശാന്തരങ്ങൾ എന്ന കൃതിക്കാണ് EV രാമകൃഷ്ണന് എന്ത് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മറക്കണ്ട, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശാന്തരങ്ങൾ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും 5 കറണ്ട് അഫയേഴ്സ് പഠിച്ചു. 1 എക്കോസ് എന്ന സംഘടന പഠിച്ചു. 2023 ക്ലൈമറ്റ് കോൺഫറൻസ് പഠിച്ചു. 2023 G20 സമ്മിറ്റ് എവിടെയാണെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിച്ചെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും ഈ 5 കറണ്ട് അഫയേഴ്സ് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതൊരു എല്ലാവർക്കും